നൽകിയോ, ഇതുമുണ്ടല്ലോ ഈ ദുനിയാവിൽ നിനക്ക് ലഭിച്ചെങ്കിൽ നീ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ്, സമ്പന്നനാണ്, അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തമായി ഒരു ഭവനം, സ്വന്തമായി ഒരു വാഹനം, ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണെന്ന്, അത് ഏറ്റവും വലിയ അനുഗ്രഹവുമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. ഇവിടെ ഇസ്രാഫ് അല്ല പ്രിയപ്പെട്ടവരെ, ആഡംബരമല്ല ഇവിടെ വേണ്ടത്, പിന്നെയോ മിതത്വമാണ് വേണ്ടത്. നല്ല ഇണയെ, ചെറിയൊരു വാഹനം, ചെറിയൊരു ഭവനം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ മണിമാളികകളോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളോ, BMW, ഓഡിയോ അതുപോലുള്ള വലിയ വാഹനങ്ങളോ അല്ല. ചെറിയൊരു വാഹനം, ചെറിയൊരു ഭവനം, നമുക്ക് താമസിക്കാൻ റാഹത്തായിട്ടുള്ള ഒരു നല്ലൊരു ഇസ്സത്തുള്ള ഒരു ഭവനം, ഇസ്സത്തുള്ള ഒരു ഭാര്യ, ഇസ്സത്തുള്ള ഒരു വാഹനം, നല്ല അയൽവാസികളെ, ഇത് നിന്റെ ഈ ദുനിയാവിൽ നല്ല രീതിയിൽ ലഭിച്ചോ, നീ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റണം. ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞത് വലിയ മണിമാളികകളോ അല്ലെങ്കിൽ ആഡംബര വാഹനങ്ങളോ ഉള്ളവനല്ല, പിന്നെയോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇടയിലും ഇല്ലാതായി പോകുന്നതും ഇത് തന്നെയല്ലേ. ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റൂല. നമ്മുടെ അയൽവക്കക്കാരന് ഒരു വലിയൊരു വാഹനമുണ്ട്, വലിയ വീടുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി വലിയ ഒരു വീട് എനിക്ക് വെക്കണം എന്നൊരു അത്യാഗ്രഹം വരികയും പിന്നീട് എല്ലാ രീതിയിലും പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കുമാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് നാം മനസ്സിലാക്കുക.